എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞാനാണ് ശരിക്കും ആൻമരിയെ കലിപ്പിലാക്കുന്നത്. അത് ശരിക്കും ഭയങ്കര രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂവിയില് ഇപ്പം 2016 ഞാൻ ആദ്യമായിട്ട് ആൻമരിയയിൽ നല്ലൊരു ത്രൂ ഔട്ട് റോൾ ചെയ്തു. അതായത് ഞാൻ 2010 എഞ്ചിനീയറിംഗ് പാസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൊച്ചി വന്നു ജോലിക്ക് കയറി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മോഡലിങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം എൻ്റെ ബേസിക് ഒന്നുമില്ല. കാരണം നാടകമോ അല്ലെന്നുണ്ടെ ഡാൻസോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ മോഡലിങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു ഫിസിക്ക് അങ്ങനെയുള്ളൊരു ദൈവം സഹായിച്ച ദൈവം തന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ തുടങ്ങി. അപ്പം മൂവി ആയിരുന്നു എൻ്റെ എയിം. അത് ഇപ്പം എത്താൻ പറ്റി. അപ്പം അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ 2012 ആയപ്പോൾ എനിക്കൊരു ഓഫർ വന്നു. വിനീത് ശ്രീനിവാസന്റെ മൂവിയിൽ ഇംതിയാസ് എന്ന് പറഞ്ഞ കഥാപാത്രം. അത് ചെറിയ റോളായിരുന്നു. വിനീതേട്ടൻ പറഞ്ഞിടാ ഇത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ അത് നീ എന്നെ അധികം പ്രതീക്ഷിക്കരുത്, കുഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ അറിന്താൽ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയിൽ ഓഡീഷൻ ചെയ്ത് അതും റെഡിയായി, അതും ചെയ്തു. അതിലും വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം ലാസ്റ്റിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളും ഡിസ്കഷനും നിൽക്കുന്ന സമയം ഒന്നും നടന്നില്ല. ഇപ്പം ഭാഗ്യം കൊണ്ട് മീൻ ചേട്ടൻ പറഞ്ഞോടാ നമുക്കൊരു പടം ചെയ്യാനുണ്ട്, അതിലൊരു വില്ലനെ ആവശ്യമുണ്ട്, നിന്റെ ലുക്സിലുള്ള ഒരു വില്ലനാണ് വേണ്ടത്, ആൾക്കാരെ ഉണ്ടാവും വെറുക്കണം, അപ്പോൾ അതുപോലൊരു ഇതാണ് വേണ്ടത്. അങ്ങനെ ഇത് ഞാൻ ഓഡീഷൻ കൊടുത്തു. മിഥുനേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ എങ്കിലും ഞാൻ ഓഡീഷൻ ചെയ്തു. അങ്ങനെ ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ മൂവിയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഇതായിരുന്നു. ആ തട്ടത്തിമറയത്ത് കണ്ട ഒരൊറ്റ ആൾ പോലും ഇംതിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മറക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പല ആൾക്കാരും ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്നെ കണ്ടു മനസ്സിലാക്കത്തില്ല. കാരണം ഗെറ്റപ്പ് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഞാൻ ചിലപ്പം താടി വളർത്തി, കാരണം മോഡലിങ്ങിന് ഇതിങ്ങനെ ഗെറ്റപ്പ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് പല ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അല്ലാതെ കുഞ്ഞു റോളാണ്, അതുകൊണ്ട് സിനിമയുടെ അടുത്തറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്. കേരളത്തിലെ 6 പാക്ക് ഇംതിയാസ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. അത് എന്നെ സംബന്ധിച്ചാലും നല്ല സന്തോഷമാണ് എനിക്കതിൽ. ശരിക്കും പറഞ്ഞാൽ വെൽ ബിൽറ്റ് ടോളിവുഡ് ലുക്ക് എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നില്ല അത്രയും വെൽ ബിൽറ്റ് ടോളിവുഡ് ലുക്കൊക്കെ എനിക്കുണ്ടോയെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചപ്പം ഞാൻ കൂടുതൽ ചിന്തിച്ചേ. അപ്പം അങ്ങനൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എനിക്കത് ഗുണമേ ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരൊക്കെ ശരിക്കും കുറച്ചുകൂടെ മെന്റലി ഫിസിക്കലി കുറച്ചുകൂടെ നല്ല ആകാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു ഗുണം എനിക്ക് ഗുണം ചെയ്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നോക്കാം, പിന്നെ എല്ലാ അപ് ടു പ്രേക്ഷകരാണ്, മനസ്സിലായോ? അവർ കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്താൽ രക്ഷപ്പെട്ടു. അതാണ് ഒരു നടന് വേണ്ടൊരു കാര്യം. അപ്പം ഞാനതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും പ്രേക്ഷകരുടെ കയ്യിലും മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും നിങ്ങളത് പറഞ്ഞെനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. അബൌട്ട് മൈ റോൾ ഇൻ ആൻമരിയ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു PT മാഷാണ്. അതായത് നമ്മുടെ ആൻമരിയയുടെ ഒരു PT മാഷാണ്. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എന്നെ ഇഷ്ടപ്പെടുമോ അതോ എന്നോട് വെറുപ്പ് തോന്നുമോ അതൊന്നും എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഞാൻ ദൈവത്തിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ബാക്കിയൊക്കെ നിങ്ങളും തീരുമാനിക്കുക. ഉറപ്പായിട്ടും ഞാനാണ് ശരിക്കും ആൻമരിയെ കലിപ്പിലാക്കുന്നത്. അപ്പം എന്നോടുള്ള കലിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ആൻമരിയ ഈ പടത്തിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മിഥുൻ ചേട്ടൻ എന്നോടുള്ള ഒരു ദേഷ്യം, ആൻമരിയുടെ ഒരു ദേഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ആൻമരിയ എന്നോട് കലിപ്പിലാണ്, നിങ്ങൾക്കും കലിപ്പായിക്കോളും. ജോൺ കൈപ്പള്ളി എന്നുള്ള എൻ്റെ വീട്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ എൻ്റെ പേരിനോട് കൂടെ ജോൺ കൈപ്പള്ളി എന്നുള്ള ആ പേര് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മോഡലിങ്ങിലായാലും എല്ലാം അറിയുന്ന എന്നെ കൈപ്പള്ളിൽ എന്നുള്ള സംഭവമാണ്. അപ്പം എന്നെ എൻ്റെ നാട്ടിലായാലും എൻ്റെ അപ്പച്ചൻ്റെ ഒക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്ന എൻ്റെ ചേട്ടനൊക്കെ വിളിക്കുന്നത് ശരിക്കും കൈപ്പള്ളി എന്നാണ്. പിള്ളേരുടെ പേര് അറിയില്ല, എടാ കൈപ്പള്ളി എന്ന് വിളിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ കൈപ്പള്ളിയിൽ നിന്നാണ്. ഇതിനകത്ത് ശരിക്കും കലിപ്പിലാണെന്നാണ്. അപ്പം എൻ്റെ ബാംഗ്ലൂരിലുള്ള കുറച്ച് മലയാളം അറിയാത്ത കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, എടാ നിന്റെ പേരുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ പടത്തിൻ്റെ കലിപ്പിലാണ്? അപ്പം ഞാൻ അളിയാ അങ്ങനല്ല ഞാൻ പറഞ്ഞവരോട്. അപ്പോൾ അവർക്ക് കുറേയൊക്കെ മനസ്സിലായി. ഇപ്പം എന്നോട് കുറേ പേര് ചോദിച്ചാൽ നിന്റെ പേരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പോൾ അതിനകത്തും ഇത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജോൺ കലിപ്പിലാണെന്നാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഗുണം ചെയ്തെന്നുകൊണ്ട് ഉള്ളൊരു വിചാരമാണ് എനിക്ക് കേട്ടോ. എനിക്കത് അതിനെപ്പറ്റി പറയുന്നതിനേക്കാളും, കാരണം ഒരുപാട് പേര് പറഞ്ഞതാണ്. ഈ വിക്രം സാറായാലും അതുപോലെ ഈ അടുത്ത് റീസെൻ്റ്ലി ഐശ്വര്യ മാഡത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു.
അപ്പോൾ ഹിന്ദിയിൽ പുള്ളിക്കാരത്തി ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ബേസ്ഡാ, മലയാളം ഒരു ശകലം പോലും അറിയില്ല, കാണാതെ പഠിച്ച് ഡയലോഗൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അതൊന്നും പറയാനില്ല. ഞാനൊരു മലയാളിയായിട്ട് ഞാൻ ശരിക്കും ഡയലോഗ് പറയാനായാലും മിഞ്ചാട്ടൊക്കെ എന്നെ തെറിയായിരുന്നു, എടാ എന്താ കാണിക്കുക നീ. അപ്പം ആ പെൺകുട്ടിയുടെ അഭിനയം കണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവളോട് അഭിനയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവളോട് ഒരു റോൾ ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. അപ്പം അത് തന്നെയാണ് എനിക്കത് അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് വേറെ വേർഡ്സ് കിട്ടുന്നില്ല. പിന്നെ സുന്ദരി കൊച്ചാണ്, നമ്മുടെ മുത്താണ്, ഞങ്ങളുടെ പടത്തിന്റെ മൊത്തമാണ് അവള്. ആൻമരിയ ആണല്ലോ ഫുൾ. അപ്പം ഒന്നും പറയാനില്ല, അവളെ ശരിക്കും സ്ക്രീനിൽ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ശരിക്കും നിങ്ങൾ ട്രെയിലർ കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളൂ. സുന്ദരി കൊച്ചാ, ഭയങ്കര ക്യൂട്ടാണ് അവള്. സണ്ണിച്ചായന്റെ കൂട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. സണ്ണിച്ചാൻ എനിക്കറിയാം, സണ്ണിച്ചാൻ ലുക്കാണ് പുള്ളിയുടെ. ഇപ്പൊ നമ്മളെ ഒരു ലുക്ക് നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഒരു നടനെ എൻ്റെ കൂട്ട് എടാ നീ ഋത്തിക് റോഷനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കായാലും ആർക്കാരും സന്തോഷമാണ്. അതുപോലെ തന്നെ സണ്ണിച്ചൻ്റെ തെറി പറയരുത്, അതുപോലെ തന്നെ സണ്ണിച്ചൻ്റെ കൂടെ ഇരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഈസ് ലൈക്ക് മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കമ്പനിയാണ് പുള്ളിയുടെ കൂട്ടിരിക്കുക. ഭാവി ചിലപ്പോൾ ഞങ്ങൾക്ക് ചേട്ടനായിട്ട് ചിലപ്പം റോള് അതിലേക്ക് തരുമായിരിക്കാം. അപ്പം അത് എനിക്ക് ഗുണമേ തോന്നിയിട്ടുള്ളൂ. നല്ല അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിന് ട്രെയിലർ ആണ്. അപ്പം നീയാണോ ഫുള്ള് നിന്നെ ആ ഗേറ്റ് തുറക്കുന്നതൊക്കെ നീയാണല്ലോ, സണ്ണിച്ചൻ അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ കാണുന്നില്ലല്ലോ അതിനകത്ത്, സണ്ണിച്ചനാണല്ലോ മൊത്തം, നീ എവിടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചിലരൊക്കെ എനിക്കിട്ട് വെക്കുന്നതായിരിക്കാം. പക്ഷെ എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞാൻ സണ്ണിച്ചനുമായിട്ട് വലിയ ബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. മിനിച്ചേട്ടൻ അങ്ങനെ തോന്നിയായിരുന്നെങ്കിൽ മിനിച്ചേട്ടൻ ഉറപ്പായിട്ട് ഇങ്ങനെ എടുക്കില്ല, വേറെ ആർക്കെങ്കിലും റോള് പോയതിന്. ഇപ്പോഴാണ് ഇത് സംഭവങ്ങളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മേ ബി താടിയൊക്കെ ആയിരിക്കാം, നോക്കാം. അതിനെപ്പറ്റി പറയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും PT ആണ്, ശരിയാ. ഞാനും സബുൻ ചേട്ടനും PT ആയിട്ട് ചെയ്തു. സബുൻ ചേട്ടൻ പ്രേമത്തിൽ അടിപൊളിയായിട്ട് PT റോൾ ചെയ്തു. പക്ഷേ സബുൻ ചേട്ടൻ ചെയ്ത റോളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ കാണുമ്പോൾ തന്നെ ചിരിക്കും. നമ്മൾ പ്രേമത്തിലായാലും കാണുമ്പോൾ തന്നെ ചിരിക്കും. ഈ പടത്തില് എന്നെ സംബന്ധിച്ച് എന്നെ കാണുമ്പോൾ ചിരിക്കില്ല, അത് ഉറപ്പാണ്. എന്താടാ ഇവനിങ്ങനെ, അങ്ങനൊരു ഇതേ വിചാരിക്കത്തുള്ളൂ. സബുൻ ചേട്ടൻ തകർത്ത റോളാണത്. അതുപോലെ തന്നെ ഞാനും തകർത്തിട്ടുണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് ഇല്ല, അറിയത്തില്ല. നിങ്ങൾ കാണുമ്പോൾ അറിയാം, എനിക്ക് അത്ര അറിയില്ല. എൻ്റെ ആദ്യത്തെ പടം ആയതുകൊണ്ട് ദൈവം സഹായിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മീൻചാട്ടിൻ്റെ തെറികൾ കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇനി ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ അറിയാം. അതോടൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സബുൻ ചേട്ടൻ ചെയ്തത് വളരെ സീരിയസ് ആയിട്ടല്ല, തമാശയായിട്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ട് നെഗറ്റീവാണ് ചെയ്തത്. അപ്പം രണ്ടും PT മാഷെന്നൊരു ചർച്ചയുള്ളൂ. ഒരു പക്ഷേ മേ ബി ഡ്രസ്സിലുണ്ട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ വിസിലുണ്ട് എൻ്റെ കയ്യിൽ, അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒരു സിമിലാരിറ്റി ഇല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ 5 വില്ലന്മാരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് വില്ലന്മാരുണ്ട്. ശരിക്കും ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്പെക്ട്ര മൂവിയിലെ ക്രിസ്റ്റോഫ് വാട്സ്. പുള്ളിയുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെക്ട്ര കാണാൻ പറഞ്ഞത് മിനിഞ്ചേട്ടനാണ്. ഞാൻ കണ്ടിരുന്നു, ഒരു പ്രാവശ്യം കണ്ടിരുന്നു, പക്ഷെ അത് ഓടിച്ച് കണ്ടേ ഉള്ളൂ. അപ്പോൾ നീ അതിലെ ഒരു വില്ലന്റെ ഒരു ടൈപ്പ് ഓഫ് ആണ് പിടിക്കേണ്ടത്. അപ്പം ഞാൻ അത് കണ്ടു. അപ്പോൾ ആ അദ്ദേഹത്തിനെ പറ്റിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഓടി വരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് എൻ്റെ മനസ്സിൽ. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ മഞ്ഞും വിരിഞ്ഞ പൂക്കളിൽ വന്ന നമ്മുടെ ലാലേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല, പുള്ളിയൊക്കെയാണ്. പിന്നെ വേറെ മൂന്നാമത് പറയാണെന്നുണ്ടെങ്കിൽ NF വർഗീസ് സാറ് മരിച്ചുപോയി, പുള്ളിക്കാരനെ. പിന്നെ ഹീത്ത് ലെഡ്ജർ, നമ്മുടെ ജോക്കർ എന്നൊക്കെ പറഞ്ഞാൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് റോൾ ചെയ്ത ആളാണ്. അതുപോലൊരു റോളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരുപാട് എനിക്ക് കിട്ടുന്നില്ല, എനിക്കത് പറയാൻ ഒരുപാട് പേരുണ്ട്. 5 പേരൊന്നും അല്ല, ഒരുപാട് പേരുണ്ട്. മേ ബി ഇനി ഭാവിയിൽ എൻ്റെ പേര് ആൾക്കാരൊക്കെ പറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിനീതേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിസ് മൈ ഫ്രണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ എൻ്റെ ഗുരുവാണ്. ഫ്രണ്ടിനേക്കാളും ഉപരി എൻ്റെ ഒരു ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ. പുള്ളിക്കാരനാണ് എന്നെ സിനിമയിലേക്ക് ചെറിയ റോള് തന്ന് എന്നെ കൊണ്ട് ഇംതിയാസ് ആക്കിയത്. വിനീതേട്ടനാണ്. എന്നെ ആൾക്കാർ ഇപ്പോഴും ഇംതിയാസ് എന്ന് വിളിക്കുന്നവരുണ്ട്, ഇൻക്ലൂഡിങ് മിഥുൻ ചേട്ടൻ എന്നെ ഇംതിയാസ് എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ എടാ ഇംതിയാസ് ഇങ്ങനെ വന്നേ, എന്തിനാ നമ്മുടെ ഷൂട്ടിനിടയ്ക്ക് എന്നെ പുള്ളിക്കാരൻ എടാ ഇംതിയാസ് ഇങ്ങനെ വന്നേ, ഇംതിയാസ് അല്ല ജോൺ, ശരി ഡേവിഡ്, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് എൻ്റെ പേര് തന്നെ സേവ് ചെയ്തേക്കുന്ന ഇംതിയാസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം വിനീത് ശ്രീനിവാസൻ പറഞ്ഞു വന്ന ഫ്രണ്ട്ഷിപ്പാണല്ലോ. അപ്പം വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പുള്ളിക്കാരനോട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പുള്ളിക്കാരൻ എന്തെങ്കിലും നല്ലതായിട്ടുള്ള ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും, ഞാനും മെസ്സേജ് അയക്കും. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ.
മിഥുൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ അടുത്തറിയാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഞങ്ങൾ അത്രയും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ പടത്തിലൊക്കെ ചെയ്യുമ്പോഴായാലും പുള്ളിക്കാരൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുള്ള എന്നെ ഒരു വാത്സല്യമുണ്ട് ശരിക്കും. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പുള്ളിക്കാരൻ അത് അങ്ങനെ പുറത്ത് കാണിച്ചിട്ട് തന്നെ നമ്മുടെ സ്വന്തം ചേട്ടൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫ്രീഡം പുള്ളി ഇങ്ങോട്ട് യൂസ് ചെയ്യും, അതുപോലെ നമുക്ക് തിരിച്ചും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിഥുൻ മാനൂർ എന്ന് പറഞ്ഞ വ്യക്തി. ഞാൻ ഇതുവരെ കണ്ടുള്ളതിൽ വെച്ച് ഒരു നല്ലൊരു വ്യക്തിയാണ് മിഥുൻ ചേട്ടൻ. അപ്പം മിഥുൻ ചേട്ടനോടുള്ള എനിക്ക് ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ എൻ്റെ ഒരു ബ്രദറിനോട് തോന്നുന്ന അത്രയും ഉള്ളൊരു സ്നേഹമുണ്ട് മിഥുൻ ചേട്ടനോട്. മിഥുൻ ചേട്ടാ താങ്ക്സ്. എനിക്ക് പറയാനുള്ളൊരു ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ പോലുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ ഈ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ഇവിടെ എറണാകുളത്തും ഈ പറഞ്ഞ ചെന്നൈയിലും ഒക്കെ ആയി ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പം എൻ്റെ ഈ റോള് മിഥുൻ ചേട്ടൻ എനിക്ക് തന്നുകൊണ്ട് നാളെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ആൾക്കാർ കണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ പോലെ വരാതിരിക്കുന്ന ഒരുപാട് ആക്ടേഴ്സിന് അത് വളരെ വളരെ സപ്പോർട്ടാവും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ വളരെ സപ്പോർട്ടാവും. ഇന്ന ആള് കയറിയല്ലോ, അപ്പോൾ അതുപോലെ എനിക്കും കയറാം. അപ്പൊ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ഒരുപാട് വിക്രം എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയൊക്കെ 15 വർഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജോജോ മാള, അതുപോലെ ഒരുപാട് പേര് എടുത്തു പറയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ മമ്മൂക്ക, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും സിനിമ എന്നുള്ള ആഗ്രഹം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പം ആക്ടിങ് അല്ല, ഡയറക്ഷൻ അല്ല, ക്യാമറ, ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും സിനിമ അല്ലാതെ തന്നെ പുറത്തായാലും നമ്മൾ മനസ്സുകൊണ്ട് ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനോട് നമുക്ക് അത്രയും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു തിങ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിനിമ ആയാലും ആ ഒരു കാര്യം തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. അത് എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, അത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു മെസ്സേജ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞ എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്നെപ്പോലൊരു നടന്മാര് പുതിയതായിട്ട് വരുന്നവരോടുള്ള സ്നേഹവും നിങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഒരു ഇത്. ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണുള്ള എനിക്ക് പറയാൻ, മെസ്സേജ് ആയിട്ടല്ല, അതൊരു അഭ്യർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാലേ ഞങ്ങളെ പോലുള്ള പുതിയ മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവരെ കാണാമല്ലോ, ഞങ്ങളെ പോലുള്ള പുതിയ ആൾക്കാർ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ അതുപോലെ കാണാം. എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഇനിയും വരട്ടെ, ഇനിയും വരണം. ഇപ്പം ഞാനൊരു പടമായിട്ടുള്ളൂ. എനിക്ക് ഇനിയും പടങ്ങളാവാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു എന്താ പറഞ്ഞ മെട്രോ മാറ്റിനിക്ക് ഞാൻ നന്ദി പറയുന്നു. അപ്പം എല്ലാവരും പടം പോയി കാണണം. ഞങ്ങളുടെ ആൻമരിയ കലിപ്പിലാണെന്നുള്ള പടം കാണണം. എന്നോട് കലിപ്പാവരുത്, കാരണം ഞാനാണ് അറിയാമല്ലോ. അപ്പം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും പടം പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. മിഥുൻ ചേട്ടനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുപരി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് ആണ്. എൻ്റെ പേരൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് എൻ്റെ ഒരു എന്താ അറിവിലോട് കൂടെ അല്ലാതെ അവരുടെ ഉള്ളിനുള്ളിൽ ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അപ്പനമ്മ, എൻ്റെ ചേട്ടത്തിയമ്മ, അങ്ങനെ എൻ്റെ ഫാമിലി, എൻ്റെ അപ്പൻ അനിയനായാലും അനിയന്മാരായാലും, അങ്ങനെ എൻ്റെ ഫാമിലി ആയാലും എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. കാരണം ഞാനിപ്പം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുമ്പോഴും എന്നെ ഒരുപാട് കോൾസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അത് അവരോടൊക്കെയുള്ള നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട്. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദി കാണിക്കുന്നു, അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുന്നു. എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പം എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നാളെ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത തിയേറ്ററിൽ പോയി നിങ്ങൾ ആൻമരിയ എന്ന മൂവി കാണുക. നല്ല മൂവി ആയിരിക്കും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ഒരു ബീപ്പ് ടോൺ പോലും കേൾക്കാത്ത ഒരു നല്ല അടിപൊളി മൂവി ആയിരിക്കും. നല്ലതായിട്ട് നിങ്ങൾ ആസ്വദിക്കും. മ്യൂസിക് ആയാലും എല്ലാ കാര്യങ്ങളും ആസ്വദിക്കും. വിഷ്ണു ശർമ്മ ക്യാമറ ചെയ്തു. നമ്മുടെ ആലീസ് ജോർജ് പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ് ആൻമരിയ. മിഥുൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ജോൺ മന്ത്രിക്കൽ എന്ന് പറഞ്ഞ ആള് സ്ക്രിപ്റ്റ് ചെയ്തു. കൂടെ സണ്ണി ചാൻ അഭിനയിച്ചു. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അജു ഏട്ടൻ, പിന്നെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പം എല്ലാവരും കൂടെ ഞാൻ പറയുന്നു, സ്നേഹം ഉണ്ടാവണം, എപ്പോഴും അനുഗ്രഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്.
ഞാനാണ് ശരിക്കും ആൻമരിയെ കലിപ്പിലാക്കുന്നത്. അത് ശരിക്കും ഭയങ്കര രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.